ഹലോ സ്റ്റുഡൻസ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൊല്യൂഷനുകളെക്കുറിച്ചും അതിനകത്ത് ഉള്ള റിയാക്ഷനുകളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണിത്, റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. അതിനു മുമ്പിട്ട് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കണം. ആ സൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ചില കോൺസെൻട്രേഷൻ ടേമുകൾ ഇതൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം സെക്കൻഡ് ഇയർ പ്ലസ് ടുവിന് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഒരു സൊല്യൂഷൻ. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ മിക്സറുകളുടെ ക്ലാസിഫിക്കേഷനും പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു രണ്ട് തരത്തിലുള്ള മിക്സറുകളുണ്ട്, ഹോമോജീനിയസ് മിക്സേഴ്സും ഹെട്രോജീനിയസ് മിക്സേഴ്സും. അതിൽ ഹോമോജീനിയസ് മിക്സറുകളുടെ വിഭാഗത്തിൽ വരുന്ന എക്സാമ്പിളുകളാണ് സൊല്യൂഷനുകൾ. അപ്പോൾ നമുക്ക് സൊല്യൂഷനുകളെ കുറിച്ച് അടുത്ത വർഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സർ. അപ്പോൾ ഇറ്റ് ഹാസ് സെയിം പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഹോമോജീനിയസ് മിക്സറുകളുടെ എല്ലാ പ്രോപ്പർട്ടിയും സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ലായനി, മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാം, ലായനി എന്ന്. അപ്പോൾ ഒരു സൊല്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പദാർത്ഥങ്ങളെ, വസ്തുക്കളെ, അവരെയാണ് നമ്മൾ കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വസ്തുക്കളെ ആണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷനുകളെ കുറിച്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ബൈനറി സൊല്യൂഷൻ. അപ്പോൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റുകളാണ് ഉള്ളതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. സോ നമുക്ക് ഇങ്ങനെ പറയാം, എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഓൺലി ടു കമ്പോണൻസ്. രണ്ട് കമ്പോണന്റുകൾ, രണ്ട് പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഷുഗർ സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിനകത്ത് പഞ്ചസാരയും വാട്ടറും ഉണ്ട്. അപ്പോൾ രണ്ട് കമ്പോണന്റുകളെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. സോ ഷുഗർ സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബൈനറി സൊല്യൂഷൻ. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ബൈനറി സൊല്യൂഷനുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റുകളാണെങ്കിൽ അവരെ നമുക്ക് ബൈനറി സൊല്യൂഷൻ എന്ന് പറയാം. അതിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഒരു കമ്പോണന്റ് സോൾവെന്റ് ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് സൊല്യൂട്ട് ആണ്. അപ്പം രണ്ട് കമ്പോണന്റുകൾ, ഒരെണ്ണം സോൾവെന്റും ഒരെണ്ണം സൊല്യൂട്ടും ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇനി നമുക്ക് സൊല്യൂഷനുമായിട്ട് ബന്ധമുള്ള ചില കോൺസെൻട്രേഷൻ ടേമുകൾ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പൊതുവേ നമ്മൾ പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ എമൗണ്ട്, നിശ്ചിത എമൗണ്ട് സോൾവെന്റിൽ സൊല്യൂട്ട് എത്രത്തോളം ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ ചില കോൺസെൻട്രേഷൻ ടേമുകളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഒരു 4 നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ബാക്കി കുറേ ഉണ്ട്, അത് അടുത്ത വർഷം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, വളരെ ബേസിക് ആയിട്ട് ചില കോൺസെൻട്രേഷൻ ടേമുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ചില പാരാമീറ്റേഴ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട 4 നമുക്ക് ഈ വർഷം ഇവിടെ പഠിക്കാനുള്ളത്. അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. ഈ മാസ് പെർസെൻറ്റേജിനെ W/W% ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, മാസ് പെർസെൻറ്റേജ്. ഇതാണ് ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത്. രണ്ടാമത് മോൾ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു കോൺസെൻട്രേഷൻ ടേമാണ് പഠിക്കാനുള്ളത്. മോൾ ഫ്രാക്ഷൻ, അതിനെ നമ്മൾ ഗ്രീക്ക് ആൽഫബറ്റിലെ കൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് പോലെ തോന്നും, പക്ഷെ അത് വായിക്കുന്നത് കൈ എന്നാണ്. അടുത്ത മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. അതിനെ നമ്മൾ ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത ഈ വർഷം പഠിക്കാനുള്ള ലാസ്റ്റ് കോൺസെൻട്രേഷൻ ടേമാണ് മൊളാലിറ്റി. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനിയും കോൺസെൻട്രേഷൻ ടേമുകളുണ്ട്, അത് അടുത്ത വർഷമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ വർഷം നമുക്ക് പ്രധാനപ്പെട്ട 4 കോൺസെൻട്രേഷൻ ടേമുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മാസ് പെർസെൻറ്റേജ്, രണ്ടാമത് മോൾ ഫ്രാക്ഷൻ, പിന്നീട് മൊളാരിറ്റി, ദെൻ മൊളാലിറ്റി. അവരെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇത്രയാണ് കോൺസെൻട്രേഷൻ ടേമുകൾ. ഇങ്ങനെ ഉള്ള കോൺസെൻട്രേഷൻ ടേമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കും.
ഓക്കെ, അപ്പൊ ബൈനറി സൊല്യൂഷൻ മനസ്സിലാക്കുക. ബൈനറി സൊല്യൂഷന്റെ അത് രണ്ട് കമ്പോണന്റുകളുണ്ട്. അതിലൊരു കമ്പോണന്റ് സൊല്യൂട്ടും മറ്റേത് സോൾവെന്റുമാണ്. അപ്പൊ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോൾവെന്റും സൊല്യൂട്ടും. അപ്പം സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ടേക്കൺ ഇൻ ഹയർ എമൗണ്ട്, കൂടുതലുള്ള ആളെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. കുറച്ചെടുക്കുന്ന ആള് സബ്സ്റ്റൻസ് ടേക്കൺ ഇൻ ലോവർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോവർ എമൗണ്ട്, അയാളെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റും ഡെഫിനിഷനും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈനറി സൊല്യൂഷൻ അവരുടെ കോൺസെൻട്രേഷൻ ടേമുകളെ കുറിച്ചാണ്. അതിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ഈ 4 ടേമുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, കോൺസെൻട്രേഷൻ ടേമുകൾ തുടങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ കോൺസെൻട്രേഷൻ ടേമുകളുടെ ഇക്വേഷനിൽ നാം ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചില ടേമുകൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കോൺസെൻട്രേഷൻ ടേമിലേക്ക് പോകാം. നമ്മളിവിടെ ബൈനറി സൊല്യൂഷനിൽ ആദ്യം കൺസിഡർ ചെയ്യുന്നു ക്യാപിറ്റൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു സോൾവെന്റിനെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബി എന്ന അക്ഷരം കൊണ്ട് സൊല്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ സോൾവെന്റും സൊല്യൂട്ടും നമ്മൾ അക്ഷരം കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. എ ഈസ് സോൾവെന്റ്, ബി ഈസ് സൊല്യൂട്ട്. അതുപോലെ തന്നെ ഡബ്ല്യു എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഡബ്ല്യു എ മാസ് ഓഫ് സോൾവെന്റ്. അതുപോലെ തന്നെ ഡബ്ല്യു ബി മാസ് ഓഫ് സൊല്യൂട്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എം എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ്, മോളാർ മാസ് ഓഫ് സോൾവെന്റ്. അപ്പൊ സോൾവെന്റിന്റെ മോളാർ മാസിനെ എം എ എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എം ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി നമുക്ക് 2 കാര്യങ്ങളൂടെ ഇവിടുന്ന് മനസ്സിലാക്കണം. എൻ എ, സ്മോൾ ലെറ്റർ എൻ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അതുപോലെ എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇത്രയും റെപ്രസെന്റേഷനുകൾ നമുക്ക് കോൺസെൻട്രേഷൻ ടേമുകളിൽ ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം തന്നെ അത് പറഞ്ഞാണ്. എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് ആണ്, ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ മാസ് ഓഫ് സോൾവെന്റ്, ഡബ്ല്യു ബി മാസ് ഓഫ് സൊല്യൂട്ട്. എം എയും എം ബിയും സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മോളിക്കുലർ മാസുകളാണ് അല്ലെങ്കിൽ മോളാർ മാസുകളാണ്. അതുപോലെ സ്മോൾ ലെറ്റർ എം എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. അതുപോലെ തന്നെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എൻ ബി എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ ടേമുകൾ 1 by 1 ആയി പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ കോൺസെൻട്രേഷൻ ടേമായ മാസ് പെർസെന്റേജിലേക്ക് പോകാം. മാസ് പെർസെന്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് അല്ലെങ്കിൽ എത്ര ഗ്രാം സോൾവെന്റ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാസ് പെർസെന്റേജ് സോൾവെന്റിന് നമുക്ക് പറയാം, സൊല്യൂട്ടിനും നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ കോൺസെൻട്രേഷന്റെ മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജിനെ ഡബ്ല്യു ബൈ ഡബ്ല്യു പെർസെന്റേജ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ മാസ് പെർസെന്റേജ് നമുക്ക് സൊല്യൂട്ടിനും സോൾവെന്റിനും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ആദ്യം മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ചോദിച്ചാൽ ഇങ്ങനെയാണ്. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു സൊല്യൂട്ടിന്റെ മാസിനെ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാസ് ഓഫ് സൊല്യൂട്ട് divided by total mass of solution, mass of solution into 100. So this is the equation used for calculating mass percentage of solute. Mass percentage of solute കണ്ടുപിടിക്കാൻ സൊല്യൂട്ടിന്റെ മാസിനെ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഡബ്ല്യു ബി ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷനിൽ 2 കമ്പോണന്റുകളാണ്,
എയും ബിയും സൊല്യൂട്ടും സോൾവെന്റും അവരുടെ ടോട്ടൽ മാസ്. അപ്പം മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് പ്ലസ് മാസ് ഓഫ് സൊല്യൂട്ട്, ഇത് കൂട്ടിയെടുക്കുമ്പോഴാണ് സൊല്യൂഷന്റെ മാസ് കിട്ടുന്നത് ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സോൾവെന്റിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ആ സമയത്ത് നമ്മൾ ന്യൂമറേറ്ററിൽ മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ അത്രയും ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം മാസ് പെർസെന്റേജ് ഓഫ് സോൾവെന്റ്, സോൾവെന്റിന്റെ മാസ് പെർസെന്റേജ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ മാസ് ഓഫ് സോൾവെന്റ് WA എന്ന് എടുക്കാം. അവിടെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ മാസ് എടുക്കുന്നു, WA പ്ലസ് WB ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഓർ സിംപ്ലി മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവെന്റിന്റെ ആണെങ്കിലും സൊല്യൂട്ടിന്റെ ആണെങ്കിലും മാസ് പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. നോർമലി നമ്മൾ സൊല്യൂട്ടിന്റെ വെച്ചുകൊണ്ടാണ് മാസ് പെർസെന്റേജ് പറയാറുള്ളത്. സോൾവെന്റിന്റെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ WA പ്ലസ് WB ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, WB മാസ് ഓഫ് സൊല്യൂട്ട്, WA മാസ് ഓഫ് സോൾവെന്റ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ വളരെ ഈസിയായി മാസ് പെർസെന്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടൈമാണ് മോൾ ഫ്രാക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടൈമാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ മോൾ ഫ്രാക്ഷനെ നമുക്ക് ഗ്രീക്ക് ആൽഫബറ്റിലെ കൈ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷൻ നമ്മൾ ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്നു. ആ ബൈനറി സൊല്യൂഷനിലെ സോൾവെന്റെയും സൊല്യൂട്ട് ബിയും എന്ന് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സോൾവെന്റിനും സൊല്യൂട്ടിനും മോൾ ഫ്രാക്ഷൻ രണ്ടുപേർക്ക് നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലേക്ക് പോകുന്നു. ജനറൽ ആയിട്ട് നമ്മളൊരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യുകയാണ്, ഈ പറയുന്ന മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഏത് കമ്പോണന്റിന്റെ ആണോ മോൾ ഫ്രാക്ഷൻ കിട്ടേണ്ടത്, അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് ഈക്വൽ ടു number of moles of the component divided by total number of moles of all the components. അപ്പൊ സൊല്യൂഷനിലുള്ള ആ ഏത് കമ്പോണന്റിന്റെ ആണോ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത്, സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ മോൾ ഫ്രാക്ഷന്റെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പോണന്റിന്റെ, ചിലപ്പോൾ അത് സോൾവെന്റ് ആയിരിക്കും, ചിലപ്പോൾ സൊല്യൂട്ട് ആയിരിക്കും, അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ ആ സൊല്യൂഷനിലെ കമ്പോണന്റുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മോൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ബാക്കിയായി നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഞാൻ കൈ എന്ന റെപ്രസെന്റേഷൻ കൊടുത്തു, എ എന്നെടുക്കുന്നു. ദിസ് ഈസ് കൈ എ. അപ്പൊ കൈ എ എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷനെയാണ് കൈ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനെയാണ് കൈ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷനുകൾ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നോക്കാം. അപ്പൊ അവിടെ കൈ എ എന്ന് പറയുന്നത്, അപ്പൊ സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് അതിനെ നമ്മൾ NA എന്ന് റെപ്രസെന്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷനിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് കൂട്ടുക, NA പ്ലസ് NB. അപ്പൊ നമുക്ക് മേളത്തെ ഇക്വേഷൻ ഈക്വൽ ആയി. അപ്പൊ കൈ എ ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, ഫസ്റ്റ് കമ്പോണന്റ് അഥവാ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കൈ എ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അതുപോലെ തന്നെ നമുക്ക് സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ കൈ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. കൈ ബി ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കൈ ബി, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പം സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഒരു കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ കൈ എ കൈ ബി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സം ഓഫ് മോൾ ഫ്രാക്ഷൻ, ഈ മോൾ ഫ്രാക്ഷനുകളുടെ ഒരു സൊല്യൂഷനകത്തുള്ള മോൾ ഫ്രാക്ഷനുകളുടെ കൂട്ടിയുള്ള തുക അല്ലെങ്കിൽ സം എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കൈ എ പ്ലസ് കൈ ബി, കൈ എ പ്ലസ് കൈ ബി എടുക്കുന്നു. കൈ എയും കൈ ബിയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ മനസ്സിലാക്കണം,
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക, ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു NA പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പൊ ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ 1 എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയത്. ഇവിടെ ഈ നമ്മൾ കൺസിഡർ ചെയ്ത ബൈനറി സൊല്യൂഷനിൽ A എന്നും B എന്നും പറഞ്ഞ 2 കമ്പോണന്റുകളാണ്. ആ കമ്പോണന്റുകളുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്ത് നോക്കിയപ്പം ആൻസർ 1 കിട്ടി. ഇവിടുന്ന് ജനറൽ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം. ഒരു സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് ഇപ്പം ഒരുപാട് കമ്പോണന്റുകൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ, എത്ര കമ്പോണന്റ് ഉണ്ടെങ്കിലും സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ് ഓഫ് എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിലെ എത്ര കമ്പോണന്റ് ഉണ്ട്, എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൊല്യൂഷനിൽ ഇപ്പൊ 100 കമ്പോണന്റ് ഉണ്ടെങ്കിൽ 100 പേരുടെയും കൂടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ആൻസർ 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഒരാളുടെ മാത്രം മോൾ ഫ്രാക്ഷൻ അത് എപ്പോഴും 1-ൽ കുറവായിരിക്കും. അപ്പം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1-ൽ താഴെയായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഇക്വേഷനിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് അറിയാമെങ്കിൽ 1-ൽ നിന്ന് ആ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒപ്പിച്ചെടുക്കാം. അതുപോലെ തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടുന്ന് നമുക്ക് therefore chi b മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഈക്വൽ ടു 1 മൈനസ് chi a. തിരിച്ചും പറയാം chi a ഈക്വൽ ടു 1 മൈനസ് chi b. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സൊല്യൂഷനിലെ എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് യൂണിറ്റി ആയിരിക്കും 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് മോൾ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ ഇക്വേഷനിലേക്ക് പോകാം. ഒരു കമ്പോണന്റിന്റെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്തുള്ള ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ അറിയുമെങ്കിൽ ഇതാണ് ഇക്വേഷൻ. മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് കോൺസെൻട്രേഷൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ മീഡിയത്തിൽ ഉപയോഗിക്കുന്ന റിയാക്ഷനുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വലിയൊരു കോൺസെൻട്രേഷൻ ടൈമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അത് നമുക്ക് സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ പഠിക്കാനുണ്ട്. മൊളാരിറ്റി എന്ന് പറഞ്ഞ ഒരു ടൈമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ടൈമാണ്. ഈ മൊളാരിറ്റിയെ നമുക്ക് ക്യാപിറ്റൽ M ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. മൊളാരിറ്റി ഒരു സൊല്യൂഷന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടൈമാണ് മൊളാരിറ്റി, ക്യാപിറ്റൽ M എന്ന് പറയുന്നു. റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ, സൊല്യൂഷനിലെ റിയാക്ഷൻ പറയുമ്പോൾ മിക്കവാറും നമ്മൾ മൊളാരിറ്റിയിലായിരിക്കും കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ മൊളാരിറ്റിയിലേക്ക് വരാം. മൊളാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മൊളാരിറ്റിയുടെ ഒരു ഇക്വേഷൻ പാർട്ടിലേക്ക് പോയാൽ അത് യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതായത് നിങ്ങൾ 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുന്നു. 1 ലിറ്റർ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം 1 ലിറ്റർ ആണ്. അതിൽ 1 മോൾ സൊല്യൂട്ട് ഉണ്ടായിരിക്കും. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഈ മൊളാരിറ്റിയുടെ ക്യാപിറ്റൽ എമ്മിന്റെ ഇക്വേഷനിലേക്ക് വന്നാൽ M ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ്. പിന്നീട് നമ്മൾ അറിയേണ്ടത് ആ സൊല്യൂഷന്റെ വോളിയം ഇൻ ലിറ്റർ ആണ്. ഇവിടെ മില്ലി ലിറ്ററിലും പ്രോബ്ലം തരാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ കൊടുക്കാം. ഇതിന് മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് NB എന്നെടുക്കാം. വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണെങ്കിൽ V എന്ന് സൊല്യൂഷന്റെ വോളിയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് ലിറ്ററിലാണെന്ന് കാണിക്കാൻ L എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് മൊളാരിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഇനി ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്ന വോളിയം, സൊല്യൂഷന്റെ വോളിയം ചിലപ്പോൾ മില്ലി ലിറ്ററിലായിരിക്കാം പ്രോബ്ലത്തിൽ. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തരാതെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ പ്രോബ്ലത്തിൽ തരാറുണ്ട്. ആ സാഹചര്യത്തിൽ നോക്കാം. നമുക്കറിയാം സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ ഗിവൺ വെയിറ്റിനെ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ NB എന്ന് പറഞ്ഞാൽ ഗിവൺ വെയിറ്റ് WB ആണ്, സൊല്യൂട്ടിന്റെ മോളിക്കുലർ വെയിറ്റ് MB ആണെങ്കിൽ ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. അപ്പൊ NB കിട്ടുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ഇക്വേഷൻ എഴുതാം. മൊളാരിറ്റി ഈക്വൽ ടു NBയുടെ സ്ഥാനത്ത് WB ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യാം. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം.
ഇനി ഇതേ ഇക്വേഷനെ മില്ലി ലിറ്ററിൽ കിട്ടിയാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? അതിന് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. മൊളാരിറ്റി ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇങ്ങനെ ഇരിക്കട്ടെ. മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കാൻ നിങ്ങൾക്കറിയാം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 1000 മുകളിൽ പോയാൽ ഇവിടെ ഒരു ഇൻറ്റു 1000 ന്യൂമറേറ്ററിൽ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ദ വെരി ബേസിക് ഇക്വേഷൻ റിഗാർഡിംഗ് ദിസ് മൊളാരിറ്റി. So molarity equal to WB. WB is the mass of solute and MB is the molar mass of solute into volume of solution in milliliter into 1000. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, മോളുകളുടെ എണ്ണം, സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ മൊളാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന്, അതായത് 1 മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നു. 1 മോളാർ സൊല്യൂഷൻ. ഈ 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ എന്നാണ് അതിന്റെ മീനിങ്. 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മോൾ സൊല്യൂട്ട് 1 ലിറ്റർ സൊല്യൂഷനിലുണ്ട് എന്നാണ്. അതേസമയം 2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് 2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 മോളാർ 2M സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അതാണ് അതിന്റെ മീനിങ്. 1 ലിറ്റർ സൊല്യൂഷനിൽ 2 മോള് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് 2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, it is the number of moles of solute dissolved per liter of the solution. അതിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ വോളിയം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, വോളിയം എപ്പോഴും ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. വോളിയം ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ തുടർന്നുള്ള ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് മൊളാരിറ്റിയിൽ വോളിയം ടേമുകൾ വന്നിട്ടുണ്ടായതുകൊണ്ട് മൊളാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. അത് സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. മൊളാരിറ്റി ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻസി കാണിക്കുന്ന ആളാണ്, കാരണം അതിന് വോളിയം ടേം വന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ടേം ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടായിട്ട് വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആയതുകൊണ്ട് മൊളാരിറ്റി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ടേം ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കോൺസെൻട്രേഷൻ ടേമാണ് മൊളാലിറ്റി. മൊളാലിറ്റി, ഈ മൊളാലിറ്റിയെ നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. വളരെ ഈസി ആയി ഇത് മനസ്സിലാക്കാം. മൊളാലിറ്റി, ഇവിടെ മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ഇതാണ്. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, number of moles of solute divided by mass of solvent in kilogram. അപ്പം ഇവിടെ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക, മൊളാരിറ്റിയുമായിട്ട് വ്യത്യാസമുണ്ട്. മൊളാലിറ്റിക്ക് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, ന്യൂമറേറ്റർ സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, മൊളാലിറ്റി കണ്ടുപിടിക്കുന്നതിന് ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ ആ സോൾവെന്റിന്റെ കിലോഗ്രാമിലുള്ള ആ ഒരു വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So it is the number of moles of solute divided by mass of solvent in kilogram. നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാം, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം 1 കിലോഗ്രാം ആണെങ്കിൽ, ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഈക്വൽ ആവും. സോ മൊളാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ആയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണത്തെ അതിനെയാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി ആയപ്പോൾ നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക, മാസ് ഓഫ് സോൾവെന്റ്. ഇവിടെ സോൾവെന്റിന്റെ മാസ് ഇൻ കിലോഗ്രാം, അത് ഗ്രാമിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്കിത് സിംബോളിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് NB എന്നെടുക്കാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, മാസ് ഓഫ് സോൾവെന്റിനെ നമുക്ക് WA ഇൻ കിലോഗ്രാം ഇങ്ങനെ എടുക്കാം ഷോർട്ടായിട്ട്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ കഴിഞ്ഞ ഇക്വേഷനിൽ പറഞ്ഞതുപോലെ ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് ഫോർമാറ്റിൽ എഴുതിയാൽ മൊളാലിറ്റി ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA ഇൻ കിലോഗ്രാം. ഇത് കിലോഗ്രാമിലാണ്, WA കിലോഗ്രാമിലാണ്.
ഇനി ഇത് ഗ്രാമിൽ പറഞ്ഞിരുന്നാൽ അതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മൊളാലിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ WB ഇൻറ്റു 1000, കൺവേർഷൻ ഫാക്ടറാണ് 1000 എന്ന് പറയുന്നത്. അപ്പോൾ MB ഇൻറ്റു WA ഇത്തവണ ഇവിടെ ഗ്രാമിലായിരിക്കും. അപ്പം മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമിലാണെങ്കിൽ അതിനെ കിലോഗ്രാമിലാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 1000 മേളിൽ പോകുന്നു. അപ്പോൾ WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ദിസ് മാസ് ഓഫ് സോൾവെന്റ് WA, അത് ഗ്രാമിലാണ് ഇവിടെ. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് മൊളാലിറ്റിക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ മൊളാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1 കിലോഗ്രാം സോൾവെന്റ്, ഡിനോമിനേറ്റർ 1 ആകും, 1 കിലോഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഈ 4 ടേമുകളാണ് മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. ഈ 4 ടേമുകളാണ് പ്ലസ് 1 കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കുറേ കോൺസെൻട്രേഷൻ ടേമുകളുണ്ട്. അത് സെക്കൻഡ് ഇയറിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത വർഷം. ഇപ്പം അതിനു മുമ്പിട്ട് സൊല്യൂഷനെ കുറിച്ച് ഒരു ഐഡിയയ്ക്ക് വേണ്ടി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഈ 4 ടേമുകൾ വ്യക്തമായി മനസ്സിലാക്കുക. വീഡിയോ വീണ്ടും കാണുക, ഇക്വേഷൻസ് പേപ്പറിൽ എഴുതിയെടുക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ.